ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമാനുഷൻ DB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടിയോ അയച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് വീണ്ടും ബെറ്റർ ഓപ്പണിങ്ങും വൊളാറ്റിലിറ്റിയും തന്നെയാണ്. ഏഷ്യയിൽ ജപ്പാൻ, ചൈനീസ് മാർക്കറ്റുകൾക്ക് ഇന്ന് അവധിയാണ്. അതേസമയം ഹോങ്കോങ്, സൗത്ത് കൊറിയൻ മാർക്കറ്റുകൾ ഓപ്പൺ ആണ്. സൗത്ത് കൊറിയൻ മാർക്കറ്റ് പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് ട്രേഡ് ചെയ്യുന്നത്. സാംസങ് ഇലക്ട്രോണിക്സ്, അതുപോലെ തന്നെ LG ഇലക്ട്രോണിക്സ്, SK ഹൈനിക്സ് ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളൊക്കെ വീണ്ടും ഇന്ന് പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് ട്രേഡ് ചെയ്യുന്നത്. അതേസമയം ഹാങ്സങ് ഇൻഡെക്സ് അറൗണ്ട് 2.5% ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ ട്രംപ് താരിഫിന് അഗൻസ്റ്റ് ആയിട്ട് അമേരിക്കയിൽ സുപ്രീം കോടതി വിധി വന്നിരുന്നു. അതിനുശേഷം അദ്ദേഹം 15% ഗ്ലോബൽ താരിഫ് ഇമ്പോസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഒന്നും തന്നെ ഇമ്മീഡിയറ്റ് നെഗറ്റീവ് ഇമ്പാക്റ്റ് മാർക്കറ്റിൽ ദൃശ്യമാവാനായിട്ടുള്ള സാധ്യതകളില്ല. അതേസമയം പൊതുവെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഇന്ന് ഗ്ലോബൽ മാർക്കറ്റുകളിലുള്ളത്. കമ്മോഡിറ്റി മാർക്കറ്റിലും അത്തരത്തിലുള്ള സെൻറ്റിമെൻറ്റ് തന്നെയാണ്. സ്പോട്ട് ഗോൾഡ് ട്രേഡ് ചെയ്യുന്ന $5160 പെർ ഔൺസിനാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ സിൽവർ ട്രേഡ് ചെയ്യുന്നത് $87.5 പെർ ഔൺസിനാണ്. മറ്റ് കമ്മോഡിറ്റികളും ബെറ്റർ ആയിട്ട് തന്നെയാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. ഇറാനും US തമ്മിലുള്ള ഒരു ടെൻഷൻ തന്നെയാണ് മാർക്കറ്റിൽ ഇപ്പോഴുള്ള മേജറായിട്ടുള്ളൊരു വറി. വലിയ രീതിയിൽ ഈ ടെൻഷൻ ഫ്ലെയറപ്പ് ആണെങ്കിൽ അതിൻ്റേതായ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റും വൊളാറ്റിലിറ്റി ഒക്കെ ഗ്ലോബൽ മാർക്കറ്റുകളിൽ കണ്ടേക്കാം. അതേസമയം ട്രംപിൻ്റെ താരിഫിന് അഗൻസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള സുപ്രീം കോടതി വിധി പൊതുവെ എല്ലാ രാജ്യങ്ങൾക്കും പോസിറ്റീവാണ്. അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് നിന്ന് നമ്മുടെ മാർക്കറ്റിലും കാണാനുള്ള സാധ്യതകളുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് ന്യൂസ് ഫ്ലോസ്, സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് ന്യൂസ് ഫ്ലോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ധാരാളം സ്റ്റോക്ക് സ്പെസിഫിക് ന്യൂസ് ഫ്ലോസ് ഒക്കെ ഉണ്ട്. അതിനനുസരിച്ചിട്ടുള്ളൊരു പോസിറ്റീവ് റിയാക്ഷനൊക്കെ അതാത് സ്റ്റോക്കുകളിൽ കണ്ടേക്കാം. കഴിഞ്ഞ 16-ാം തീയതി മുതൽ 20-ാം തീയതി വരെ ഇന്ത്യയിൽ കണ്ടക്ട് ചെയ്തിരുന്ന ഇമ്പാക്റ്റ് സെമിനാർ അല്ലെങ്കിൽ സമ്മിറ്റിന് ശേഷം ധാരാളം ഡീലുകളിലൊക്കെ ഇൻഫോസിസ്, TCS ഇത്തരത്തിലുള്ള കമ്പനികളൊക്കെ സൈൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഒരുപക്ഷെ ഈ സ്റ്റോക്കുകളിലൊക്കെ ദൃശ്യമാവാനുള്ള സാധ്യതകളുണ്ട്. അതേസമയം സൈബർ സെക്യൂരിറ്റി സ്റ്റോക്കുകൾ എന്നൊരു നെഗറ്റീവ് റിയാക്ഷൻ കാണിക്കാൻ സാധ്യതകളുണ്ട്. കാരണം ആന്ത്രോപ്പിക് ക്ലൗഡ് AIനോടൊപ്പം സൈബർ സെക്യൂരിറ്റി ടൂൾ കൂടി ആന്ത്രോപ്പിക് അവതരിപ്പിച്ചിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച. അതിൻ്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് കഴിഞ്ഞ ആഴ്ചയിൽ അമേരിക്കയിൽ സൈബർ സെക്യൂരിറ്റി സ്റ്റോക്കുകളിലൊക്കെ കണ്ടിരുന്നു. ഓൾമോസ്റ്റ് 12% താഴെയാണ് സൈബർ സെക്യൂരിറ്റി സ്റ്റോക്കുകളെല്ലാം തന്നെ അമേരിക്കയിൽ ക്ലോസ് ചെയ്തിരുന്നത്. ഇത്തരത്തിലുള്ളൊരു നെഗറ്റീവ് റിയാക്ഷൻ ഇന്ത്യയിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള സൈബർ സെക്യൂരിറ്റി സ്റ്റോക്കുകളിൽ നിന്ന് കാണാനായിട്ട് സാധിക്കും. ഒപ്പം മറ്റ് ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ ഇന്ത്യ ബ്രസീൽ ട്രേഡ് ഡീൽ സൈൻ ചെയ്തിട്ടുണ്ട്. മെറ്റൽസ് ആൻഡ് മിനറൽസ്, ഇലക്ട്രിക് വെഹിക്കിൾസ്, അതുപോലെ തന്നെ എയറോസ്പേസ് രംഗത്തുള്ള സ്റ്റോക്കുകൾ, ഫാർമസ്യൂട്ടിക്കൽ രംഗത്തുള്ള സ്റ്റോക്കുകളെ സംബന്ധിച്ചൊക്കെ ഇത് ലോങ് റണ്ണിൽ പോസിറ്റീവാണ്. ഇൻഫോസിസും ആന്ത്രോപ്പിക്കും തമ്മിലൊരു അലയൻസ് ഫോം ചെയ്തിട്ടുണ്ട്. ഇത് തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ഇൻഫോസിസിനെ സംബന്ധിച്ച് AI ഏജന്റിക് ടൂളുകൾ എൻ്റർപ്രൈസസിന് വേണ്ടി നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അലയൻസാണ്. പോസിറ്റീവ് ന്യൂസാണ് ഇൻഫോസിസിനെ സംബന്ധിച്ച്. ഇന്ത്യയുടെ ഫോറസ്റ്റ് റിസർവ് ഫെബ്രുവരി 13 അവസാനിച്ചിട്ടുള്ള ആഴ്ചയിൽ $725.72 ബില്യൺ ആയിട്ട് ഉയർന്നിരിക്കുകയാണ്. വളരെ പോസിറ്റീവ് ന്യൂസാണ്. ഇന്ത്യൻ എക്കണോമിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഹയസ്റ്റ് എവർ ഫോറക്സ് റിസർവ് ആണ്. ഡിഫൻസ് റിലേറ്റഡ് ഇലക്ട്രോണിക് മാനുഫാക്ചറിങ് കമ്പനികളെ സംബന്ധിച്ച് ധാരാളം പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ഒക്കെ വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഇത്തരത്തിൽ ന്യൂസ് ഫ്ലോസ് ആവലോൺ ടെക്നോളജി പോലുള്ള സ്റ്റോക്കുകളെ സംബന്ധിച്ച് പോസിറ്റീവ് ഇമ്പാക്റ്റാണ് ലോങ് റണ്ണിൽ നൽകാൻ പോകുന്നത്. IDFC ഫസ്റ്റ് ബാങ്കിൽ 590 കോടി രൂപ ഒരു ഫ്രോഡ് ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. ചണ്ഡീഗഡിലാണ്, ഹരിയാന ഗവൺമെൻറ് റിലേറ്റഡ് അക്കൗണ്ടുകളിലാണ് ഇത്തരത്തിലുള്ള ഫ്രോഡ് വന്നിരിക്കുന്നത്. IDFC ഫസ്റ്റ് ബാങ്കിൽ ഒരു നെഗറ്റീവ് റിയാക്ഷൻ കാണാനുള്ള സാധ്യതകളുണ്ട്. മദർസൺ സുമി ഗ്രൂപ്പ് ഡ്രോൺ പാർട്സ് മാനുഫാക്ചറിങ്ങിലേക്കും കൂടി കടക്കുകയാണ്. മദർസൺ സുമിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. റെയിൽടെൽ 1136.18 കോടി ഒരു ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്. റെയിൽടെലും അശോക ബിൽട്ടുകോണും തമ്മിലുള്ള കൺസോർഷ്യയാണ്. രണ്ട് കമ്പനികളെ സംബന്ധിച്ചും പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ന്യൂക്ലിയർ പവർ റിലേറ്റഡ് കമ്പനികൾ പൊതുവെ ഒരു പോസിറ്റീവ് റിയാക്ഷൻ കാണിക്കാനുള്ള സാധ്യതകളുണ്ട്. ധാരാളം പോസിറ്റീവ് ന്യൂസ് ഈ സെക്ടറിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും LNT, NTPC, വാൽചന്ദ് നഗർ ഇൻഡസ്ട്രീസ്, HCC, ടാറ്റ പവർ ഇത്തരത്തിലുള്ള കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവായിട്ട് ന്യൂസാണ്. HEG പ്രൊമോട്ടേഴ്സ് മാർക്കറ്റിൽ നിന്ന് അവരുടെ സ്റ്റോക്കൊക്കെ വാങ്ങിയിരുന്നു. ട്രേഡിംഗ് വയലേഷൻ ഉണ്ടെന്നുള്ള ഒരു റിപ്പോർട്ടാണ് വരുന്നത്. HEGനെ സംബന്ധിച്ച് സ്ലൈറ്റ് നെഗറ്റീവ് ന്യൂസാണ്. ടൈറ്റൻ അവരുടെ ഒരു പുതിയ സ്റ്റോർ കൂടി ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ടോട്ടൽ സ്റ്റോറുകളുടെ എണ്ണം 250
157 ഉയർന്നിരിക്കുകയാണ്. ഒപ്പം ടൈറ്റൻ അതുപോലെ തന്നെ മറ്റ് ജ്വല്ലറി സ്റ്റോക്കുകളെ സംബന്ധിച്ചൊന്ന് പോസിറ്റീവാണ്. US താരിഫിന് അഗൻസ്റ്റ് ആയിട്ട് സുപ്രീം കോടതി വിധി ഈ സെക്ടറിൽ എല്ലാ സ്റ്റോക്കുകളെ സംബന്ധിച്ചും പോസിറ്റീവാണ്. KP എനർജി 4:1 ബോണസ് ഡിക്ലെയർ ചെയ്തിരുന്നു. അതായത് ഒരു ഷെയറിന് 4 ബോണസ് ഷെയർ റെക്കോർഡ് ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. 6 മാർച്ചാണ് റെക്കോർഡ് ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുള്ളത്. UPL ഡീമർജർ വരികയാണ്. ഗ്ലോബൽ അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ക്രോപ്പ് പ്രൊട്ടക്ഷൻ ബിസിനസ്സാണ് ഡീമർജ് ചെയ്യുന്നത്. UPLനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ഡീമർജർ ഗെയിനിന് വേണ്ടി ലോങ് റണ്ണിലേക്ക് ഇൻവെസ്റ്റേഴ്സിന് ഈ സ്റ്റോക്ക് വാങ്ങാവുന്നതാണ്. ആസ്റ്റർ മെഡിസിറ്റിയിൽ HDFC മ്യൂച്വൽ ഫണ്ട് 2.2% കൂടി സ്റ്റേക്ക് വാങ്ങിയിരിക്കുകയാണ്. മാർക്കറ്റിൽ നിന്നാണ് അക്വയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ടോട്ടൽ സ്റ്റേക്ക് അവർ 7% ആയിട്ടുണ്ട്. പോസിറ്റീവ് ന്യൂസാണ് ആസ്റ്റർ മെഡിസിറ്റിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ. പ്രൊമോട്ടേഴ്സ് ബൈ ചെയ്തിട്ടുള്ള സ്റ്റോക്ക് കഴിഞ്ഞ വെള്ളിയാഴ്ച ടൈം ടെക്നോപ്ലാസ്റ്റ്, സൂര്യ റോഷ്നി, ലാഒപാല, അതുപോലെ തന്നെ HCL ടെക്, സ്റ്റാർ സിമെന്റ് സ്റ്റോക്കുകളിലാണ് കഴിഞ്ഞ ആഴ്ചയിൽ പ്രൊമോട്ടേഴ്സ് ബൈ ചെയ്തിട്ടുള്ളത്. പൊതുവെ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സും ബയേഴ്സാണ് ഇപ്പോൾ. തീർച്ചയായിട്ടും ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിൻ്റെ തിരിച്ചുവരവ് വീണ്ടും പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് മാർക്കറ്റിന് നൽകാൻ പോകുന്നത്. അതോടൊപ്പം IPO മാർക്കറ്റും ചൂടുപിടിക്കുകയാണ്. ഈ ആഴ്ചയിൽ 4 മെയിൻ ബോർഡ് IPOs ഉണ്ട്. അതുപോലെ തന്നെ 5 SME IPOs ഉണ്ട്. ഇന്ന് ആരംഭിക്കുന്ന BSE SME IPO അക്കോർഡ് ട്രാൻസ്ഫോർമേഴ്സ് ആൻഡ് സ്വിച്ച് ഗിയേഴ്സ് ലിമിറ്റഡ് ഞാൻ ഇൻവെസ്റ്റേഴ്സിന് സജസ്റ്റ് ചെയ്യുന്ന ഒരു IPO ആണ്. നല്ലൊരു IPO ആണ്. ഫണ്ടമെൻ്റൽ പാരാമീറ്റേഴ്സ് വെച്ച് നോക്കുകയാണെങ്കിലും പോസിറ്റീവ് റിയാക്ഷൻ ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ സാധ്യതയുള്ള ഒരു IPO ആണ്. 10 രൂപയാണ് ഫേസ് വാല്യൂ വരുന്നത്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ അപ്പർ പ്രൈസ് ബാൻഡ് വരുന്നത് 46 രൂപയാണ്. മിനിമം അപ്ലൈ ചെയ്യേണ്ടത് 2 ലോട്ടാണ്. അതായത് 3000 വെച്ചിട്ട് 2 ലോട്ട് 6000 ആണ് മിനിമം അപ്ലിക്കേഷൻ. ഫർദർ 3000 വെച്ചിട്ട് ആഡ് ചെയ്തുകൊണ്ടിരിക്കാം. അപ്പോൾ ഈ IPOയിൽ SME IPOയിൽ റിസ്ക് എടുത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് കൺസിഡർ ചെയ്യാവുന്ന ഒരു IPO ആണ് അക്കോർഡ് ട്രാൻസ്ഫോർമേഴ്സ് ആൻഡ് സ്വിച്ച് ഗിയേഴ്സ് ലിമിറ്റഡ്. ഇന്നാണ് ഓപ്പൺ ചെയ്യുന്നത്. 25-നാണ് ക്ലോസ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റ് ന്യൂസ്. പൊതുവേ നമ്മളിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പോസിറ്റീവ് മൊമെൻറ്റം തന്നെയാണ് മാർക്കറ്റിൽ. അതേസമയം ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് പല കുതന്ത്രങ്ങളും വീണ്ടും വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. എങ്ങനെയെങ്കിലും അദ്ദേഹം വിചാരിച്ച രീതിയിൽ താരിഫ് ഉയർത്താനുള്ള പല ഡിസിഷനൊക്കെ അനൗൺസ് ചെയ്തേക്കാം. അതിനനുസരിച്ച് റിയാക്ഷനൊക്കെ മാർക്കറ്റുകളിൽ കണ്ടേക്കാം. പക്ഷെ അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഇനി വളരെ ടഫാണ് ഇത്തരത്തിലുള്ള ടഫ് ഡിസിഷൻ എടുക്കാനായിട്ട്. നവംബർ 3-നാണ് അമേരിക്കയിൽ മിഡ് ടേം ഇലക്ഷൻ വരുന്നത്. ഈ മിഡ് ടേം ഇലക്ഷനിൽ റിപ്പബ്ലിക്കൻ പാർട്ടി തോറ്റ് തുന്നം പാടും എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു വലിയ ബ്ലൂ സുനാമിയാണ് അമേരിക്കയിൽ ഉണ്ടാകാൻ പോകുന്നത് നവംബറിൽ. അതോടൊപ്പം തന്നെ അമേരിക്കൻ പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്ത് പുറത്താക്കും എന്ന തരത്തിലുള്ള പ്രഡിക്ഷൻസൊക്കെ അമേരിക്കയിൽ നിന്ന് വരുന്നുണ്ട് തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെ ട്രംപ് അത്തരത്തിലുള്ള വലിയ അല്ലെങ്കിൽ കടുത്ത തീരുമാനങ്ങളൊന്നും എടുക്കാനുള്ള സാധ്യതയുള്ള കുറവാണ്. എന്നിരുന്നാലും അദ്ദേഹം പല അനൗൺസ്മെൻറ്റുകളൊക്കെ നടത്തിയേക്കാം. അപ്പോൾ വളരെ കോഷ്യസ് ആയിരിക്കുക. ഒപ്പം ഇറാൻ US ഇഷ്യൂ ഒന്ന് വാച്ച് ചെയ്യുക. ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് ഒന്ന് വാച്ച് ചെയ്യുക. അതോടൊപ്പം തന്നെ നല്ല പ്രോഫിറ്റിലിരിക്കുന്ന പൊസിഷൻസൊക്കെ അറ്റ് എവരി റൈസിലൊക്കെ കുറേയൊക്കെ പ്രോഫിറ്റ് എടുക്കുന്നൊരു ഡിസിഷൻ നന്നായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസയോട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്റുകൾ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.